ചാളവർഗീസിന്റെ അച്ഛനാണ് കുമ്പാരി ചാളയാണ് 40 രൂപക്ക് വാരി കൊടുക്കണേ. ചേട്ടന് എന്നും ചാള മാത്രം ഉള്ളത്. എന്റെ പൊന്നു കുമ്പാരി കടലിൽ പോട്ട് പോണില്ല. നീ പോട്ടൊക്കെ പിന്നെ എവിടെ പോകണം? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് 5 രൂപ ചാള മതി. 5 രൂപക്ക് ചാളയും വേണം. ഞാൻ കടയിൽ പോണ ബോട്ടിന്റെയും വള്ളത്തിന്റെയും വഴിയും പറഞ്ഞു കൊടുക്കണം. നിനക്ക് ചാള വരാൻ നല്ല സൗകര്യം വെച്ച് അല്ല പിന്നെ ഓരോ ചാള വർഗീസേ. ഇടക്കണ മീനാണ് കേട്ടാ. 40 രൂപയുള്ളൂ. വിളക്കണ മീൻ 1 കിലോ 40 രൂപയ്ക്ക്. ആ വാരിക്കോരി കൊടുക്കണം. എങ്ങനെയുണ്ട് കുമ്പാരി? ആ കുഴപ്പമില്ല, 2 പോയി. ആണോ? എപ്പോ 2 പോയല്ലോ? 2 കാക്കോത്തിക്കൊണ്ട് പോയി. ഞാനീ വഴിമുത്ത് പറഞ്ഞിട്ട് ഒരു മീൻ പോലും പോണില്ല കേട്ടോ. വിടക്കണ മീന്, ആ വാരിക്കോരി കൊടുക്കണം. വിടക്കണ മീന് പണ്ടാരേത് സ്റ്റാൻഡ് ഇരിക്കണില്ലല്ലോ. അത് ചരിഞ്ഞിരിക്കാണ്. 2 ചാള എടുത്താൻ അടിയിലേക്ക് തള്ളി വെച്ചു കൊടുക്കും. പറഞ്ഞ പോലെ ശരിയല്ല, ചാക്കി വെച്ചു കൊടുക്കല്ലേ? അങ്ങോട്ട് വെച്ചു കൊടുക്കുക. താകറിയാസ് ചാക്കി. ആ കൊള്ള കലക്കിട്ടാ അവിടെ കൂടെ അങ്ങനെ ഉണ്ട് അങ്ങോട്ട്. ഇതങ്ങനെ ചാള വാരി കൊടുക്കണ. പിന്നെ എന്തൊക്കെയുണ്ട് കുമ്പാരി വിശേഷങ്ങൾ? പെടക്കണ മീൻ എന്നിട്ട് പെടക്കണില്ലല്ലോ. ഇത്ര നേരം കിടന്ന് പിടക്കായിരുന്നു. പിന്നെ 24 മണിക്കൂറും പിടക്കാൻ പറ്റുമോ? എന്നാ ഒരു കാര്യം, കിടക്കണ മീനെന്ന് പറ. ഇത് കിടക്കണല്ല ഇപ്പൊ. കുമ്പാരിയുടെ പാട്ടിന് പോയിക്കേ. പോകാൻ നോക്ക്. അല്ല ഇത് എന്നാണ് കുമ്പാരി? ഇത് എന്റെ ഏരിയയിൽ വന്നിരുന്നാണ് കുമ്പാരി മീൻ വിൽക്കണം. എന്താണ് ഇത് നിങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഏരിയ ആക്കാൻ പറ്റി സെക്കൻഡ്? അല്ല ഞങ്ങൾ ഒരാൾ ഇവിടെ വിൽക്കണ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കച്ചവടം ചെയ്യേണ്ട കുമ്പാരി. കുമ്പാരിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്റെ ഏരിയയിൽ വന്നിരുന്ന് വിൽക്കല്ലേ. കിടക്കണ മീനാണ് കേട്ടോ. 40 രൂപക്ക് വാരി കൊടുക്കണേ. 40 രൂപയ്ക്ക് ഇതിന്ന് വരണ്ട, അതിന്ന് വാരി കൊടുക്കില്ല. അങ്ങനെങ്ങാനും മാറിയിട്ട് ഇത് എന്നാണ് കുമ്പാരി? ജീവിക്കാൻ സമ്മതിക്കുകയല്ലേ? വെറുതെ ആവശ്യമുണ്ട്. അല്ല കുമ്പാരിയുടെ മോളാരണ്ടിന്റെ പൊളിച്ചോടി പോയെന്ന് കേട്ടായിരുന്നല്ലോ. അവത്തന്നോട് ഒളിച്ചോടി പോയിട്ട് രാവിലെ വീട്ടിലേക്ക് തിരിച്ചു. അതെന്നാ പറ്റി ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് അങ്ങാട് പോകുന്നത്? ആ ചെറുക്കന് ഭയങ്കര കൂർക്കമ്മലിയാണ്. അവ രാവിലെ വീട്ടിൽ വന്നിരിക്കുന്നു. ആണല്ലേ? നമ്മുടെയൊക്കെ കല്യാണം കഴിഞ്ഞ മധുര സ്വപ്നങ്ങളായ ഉറക്കാൻ എന്തൊരു സന്തോഷമായിരുന്നു. എനിക്ക് മധുര നിമിഷങ്ങൾ ഓർക്കുമ്പോ തന്നെ പേടിയാണ്. ഷുഗറാണ്. അയ്യോ എന്റെ പൊന്നു പണ്ടാര ഷുഗർ പിടിച്ച. ഷുഗറും പിടിച്ചൊന്നും പറയാതിരിക്കണ വേദം. തന്റെ മോൾക്ക് വല്ല ദോഷം വല്ലതും ഉണ്ടാ? ദോഷം ഉണ്ടായിരുന്നൊക്കെ ഞങ്ങൾ മാറ്റിയേക്കണേ. കല്യാണത്തിന് മുമ്പ് വല്ല ദോഷം ഉണ്ടെങ്കിൽ മാറ്റട്ടെ. ചിലപ്പോ അതായിരിക്കും ഇങ്ങനെ കളിക്കണത്. എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ദോഷം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ അതങ്ങാട് മാറി. അയ്യോ അതെന്ത് ദോഷം? സന്തോഷം. ഇപ്പൊ പറഞ്ഞ അങ്ങനെ ഒരു സാധനം ഇല്ല. ആ സാധനം ഇല്ല ഇപ്പൊ. അതെ. അല്ല നിങ്ങളുടെ മക ഏതാണ്ട് വലിയ സംഭവമായി എന്ന് പറഞ്ഞ കേട്ടോ. മകയുടെ കാര്യം ഒന്നും പറയാതിരിക്കും. ഞാനൊരു ഇതൊന്നും എടുത്ത് മാറ്റിക്കോട്ടെ കേട്ടാ. ഇപ്പൊ പിള്ളേര് വരും. എന്താണ് കുമ്പാരി ചെതമ്പലൊക്കെ എടുത്ത് പറിച്ച് അങ്ങാട് വെക്കണത്? ബ്രേക്ക് ഡാൻസ് കളിക്കണ പിള്ളേരെ ഇപ്പൊ വരും. അവരെ ഷട്ടിൽ പിടിപ്പിക്കാനാ ചെതമ്പല് വെട്ടിത്തിളങ്ങുന്നു. സ്റ്റേജിൽ നിൽക്കുമ്പോ തിളങ്ങണ സാധനം. അത് തന്നെ. അത് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണ്. പിള്ളേര് എന്നാണ് ഇതിന്റെ പുറകെ ഓടി നടക്കുകയാണ്. അല്ലേ കുമ്പാരിയുടെ മകൻ നാടകത്തിലാ അഭിനയിച്ചറിഞ്ഞായിരുന്ന. അവൻ പേരും മാറ്റി. ഇപ്പൊ അവന്റെ പേര് മാറ്റി. അവനിപ്പോ പേരിട്ടാക്കണ എന്താണെന്നറിയോ? സുന്ദരിലാൽ ചെട്ടി എന്ന്. അയ്യോ എന്റെ തമ്പുരാനെ, അത് ഹിന്ദിയാണ്. ഹിന്ദി പേരാണ്. ഹിന്ദിയിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? എന്താണ്? സുന്ദരം എന്ന് പറഞ്ഞ എന്താണ്? മനോഹരമായ. ലാൽ എന്ന് പറഞ്ഞ എന്താണ്? മോഹൻലാലാണ്. അല്ലെന്ന് ചുവപ്പ്. അപ്പൊ പിന്നെ ചെട്ടി. അതറിയല്ലോ. അപ്പൊ പറഞ്ഞു വരുമ്പോ മനോഹരമായ ചുവന്ന ചെട്ടിയാ. പടച്ചോനെ, അവന് ഞാൻ നല്ലെന്നാന്തരം പേരിട്ട് കൊടുത്തിട്ട് ഈ വൃത്തികെട്ട പേരും ചുമന്നും കൊണ്ട് കിടക്കണ മീനാണ്. അവിടെ അങ്ങനെ വെച്ചിട്ട് പോ. അല്ല പിന്നെ അല്ല കുമ്പാരിനോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് ഓർത്തിരിക്കുകയാണ്. കുമ്പാരി ചാകാൻ പോയെന്ന് കേട്ടല്ലേ കുളത്തിൽ ചാടി? എന്റെ പൊന്നെ, ഞാൻ ഭാര്യയായിട്ട് 1-2 പറഞ്ഞത് കുളത്തിൽ കുളിക്കാൻ പോയതാണ്. കുളിക്കാൻ പോണത് ചാകാൻ പോണെന്നാണ് ഇവിടെ പറയണത്. ഇപ്പൊ അതല്ലെന്ന് ചെറിയൊരു ഏക്കച്ചക്കലുണ്ടായി ഞങ്ങൾ കുളിക്കാനായിട്ട് പോയതാണ്. ഞാൻ ചാകാൻ പോണെന്ന് പറഞ്ഞ ഭയങ്കര കാർ. എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കേട്ടാ, പണ്ടത്തെ പോലെയല്ല. പണ്ടങ്ങനെ ഭർത്താക്കന്മാര് ചാടുമ്പോ എന്തോ ഭാര്യമാര് ചാടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. മതിയെന്നാ. പിന്നെ ഇത് രതിയല്ലല്ലോ, വേറെ കണ്ടും കാലമൊക്കെ പോയട്ടാ. പണ്ട് ഭർത്താക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തു ചാടും. ഇപ്പൊ ഭർത്താക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തു ചാടും വേറൊരുത്തന്റെ ജീവിതത്തിലേക്ക്.
ആ, ഇതെന്നതാണ് ഈ കാണണത്? അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളു. അല്ല ഇവൻ എന്നതാ ഉറങ്ങിയാണ് അവൻ? ആ പയ്യൻ ലോട്ടറി വിൽക്കണ പയ്യൻ അവരെന്താ ഉറങ്ങിയാണ്? എന്താണ് നീ ഇങ്ങനെ ഉറങ്ങണത്? ആ ഗിൽറ്റ് ഒന്ന് മണപ്പിച്ചു അവൻ ഉറങ്ങണേണ്. അല്ലെങ്കിൽ പിന്നെ ഇത് കേട്ടാ എഴുന്നേക്കില്ല. ഇത് ഏതാണ്ട് ചത്തുറങ്ങണേണ്. ഇതിപ്പോ ഒരെണ്ണം കൊടുത്താ കടിച്ചു പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങിക്കോളൂ. ആണോ? ഇതെന്താണ് കുമ്പാരി? എന്താണിത്? വെടക്കണ മീനാണെന്ന് പറഞ്ഞിട്ട് എന്താണ്? ഇതെന്താണ് ചീഞ്ഞതാണല്ല? എന്താണ് ചീഞ്ഞതാണ്? വയറ് ചാടിയിരിക്കണല്ല? അയ്യോ ഇത് വയറ് വീർത്തിരിക്കണല്ല. ഈ ചാളയുടെ അപ്പുറത്ത് കിടക്കണ ചാള കണ്ട? അവനാള് ശരിയല്ല. അവൻ ചെറിയൊരു പണി കൊടുത്തതാണ്. എന്റെ പൊന്നോ, ഇതിങ്ങളൊക്കെ ഒതുക്കി മാറ്റിയിടേ. ആ മീനാണെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കാൻ പറ്റൂലേ? പിന്നല്ല. അല്ല കുമ്പാരി, ഞാനൊരു കാര്യം പറഞ്ഞല്ലോ. എന്താണ്? കുമ്പാരിയുടെ മകള് സിനിമയിൽ അഭിനയിക്കാൻ പോണെന്ന് കേട്ടല്ലോ. ഇങ്ങനെ കോളേജിൽ പോയി ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡും കഴിഞ്ഞിരിക്കുകയാണല്ലോ. ആ ഷോർട്ട് ഹാൻഡ് കഴിഞ്ഞെന്നും പറഞ്ഞ് സിനിമയിട്ട് എന്നാ പറ്റൂലട്ടാ. സിനിമയിൽ ഷോർട്ട് ഇടുന്നുണ്ട്, പക്ഷെ ഷോർട്ട് ഹാൻഡ് പറ്റിയല്ല. പക്ഷെ അവക്കൊരു ഭൂതിയാണ്. ആ ഭൂതി കൊണ്ട് കാര്യമില്ല. ഭൂതി ഒന്നും നടക്കുകയല്ല. അതായത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സിനിമയിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ യുവാക്കളെ പിടിച്ചിരുത്താനുള്ള കഴിവ് വേണം. അങ്ങനെ പറയല്ലേ കുമ്പാരി? മകൾക്ക് അതുണ്ടാ? എന്റെ മകൾക്ക് യുവാക്കളെ പിടിച്ചേർത്തുള്ള കഴിവുണ്ട്. എവിടെ ഉണ്ടെന്നാണ് പറയണത്? ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ല, പിന്നെ ഞാനും ഭവാനിയും കൂടെ മാർക്കറ്റിൽ നിങ്ങളുടെ വന്ന വഴി കണ്ട കാഴ്ച എന്താണ്? ഞങ്ങൾ വീടിന്റെ ഡോർ തുറന്നപ്പോ 4 യുവാക്കളെ പിടിച്ച് കട്ടിത്താഴെ എടുത്തിരിക്കണം. അപ്പൊ നമ്മള് വിചാരിച്ച പോലെ അല്ല. അല്ലാന്ന് ഇവിടെ സിനിമയിൽ വിട്ടാലുണ്ടല്ലോ, നിങ്ങൾക്കത് ചാളവാരിക്കോരണ പോലെ കോരാ. വാരി ഇതിലിട്ട് കോരല്ലേ? ഞാൻ ഇതിലിട്ട് കോരി പോവടുന്നു ഇങ്ങനെ കോരാൻ നടക്കണേ. അല്ല കുമ്പാരി, വേറൊരു വിശേഷം പറഞ്ഞ നമ്മുടെ കിഴക്കേതല സരസു പ്രസവിച്ചിട്ടാ. ആ ഒറ്റ പ്രസവത്തിൽ 5 പെമ്പിള്ളേര്. അതങ്ങനെയാണ് കുമ്പാരി. ഒരു ദുരന്തം വരുമ്പോ കൂട്ടത്തോടെ വരും. ആ പോയിച്ച് അവിടെ മീനാണ് വാരി വാരി കൊടുക്കണേ. ആ ചാള കിലോ 40 രൂപ. ഇവനെന്നാ ഇരട്ടപ്പേര് വിളിച്ചു മടങ്ങിയവനാണ് കേട്ടോ. ആ പിന്നെ അതൊന്നും എനിക്കറിയണ്ട. ചാള കിലോ 40 രൂപ. ചേട്ടാ ചാളക്ക് കിലോ 40 രൂപ വിലയില്ലട്ടാ. ആ പിന്നെ എന്ത് വില വരും? 40 രൂപ വിലയൊന്നുമില്ല. 40 രൂപ നിനക്കാണെങ്കിൽ ഞാൻ 30 രൂപ വന്നേക്കാം. 30 രൂപ അത് കൊള്ളാല്ല. താനെന്താ പണി നടക്കണത്? ഇതിന്റെ ഇടയ്ക്ക് എന്നിട്ട് ആ 30 രൂപ കൊലത്തണ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ, ആ പരിപാടി ഇവിടെ നടക്കൂല. അങ്ങനെയാണ് ഒരു കാര്യം, ഞാൻ 20 രൂപ തരാം. 20 രൂപ ചാലെടുത്തു. ആ അല്ല പിന്നെ കുമ്പാരി വേറെ പണിയില്ലേ? 20 രൂപ തരണ്ട. 10 രൂപ കഴിഞ്ഞാൽ 1 കിലോ ചാളയാണ്. 10 രൂപ കഴിച്ചാലും ചാള വരും. പിന്നെന്താ എന്ത് പണിയാണ് കുമ്പാരി കാണിക്കണത്? വില കുറച്ച് ചാള ഇപ്പൊ വെറുതെ വേസ്റ്റ് പോലെ ആവുമല്ലോ. നിങ്ങളുടെ ചാള ഇവിടെ നിന്ന് വേസ്റ്റ് ആകട്ടെ. എന്നാ ഒരു കാര്യം, ഞാൻ 10 രൂപക്ക് തന്നെ. ഈ 10 രൂപക്കുള്ള ചാള ഇല്ലെന്നേ. 10 രൂപക്കുള്ള ചാള ഇല്ലെന്ന്. ഇത്രയും ചാള 10 രൂപക്ക് പോരെ? അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 1 കിലോ ചാളക്ക് 5 രൂപയാണെങ്കിൽ ഞാൻ തരാം. അതെ ഉറപ്പിക്കാം. ആ എന്താ ഒരു കാര്യം ചെയ്യും, എന്റെ ചാള ഞാൻ 5 രൂപക്ക് തന്നേക്കാം. ഓക്കെ. തന്റെ ചാള മാത്രം പോകുള്ളൂ. രണ്ട് സ്ഥലം കാണിക്കാം. വിട്ടോ. അപ്പൊ എനിക്ക് 5 രൂപ വീട്ടിൽ ചെല്ലുമ്പത്തെ ഇത് നഷ്ടക്കച്ചവടമായി പോയേട്ടാ. ചാള വാരി വാരി വിൽക്കണേ. പിടക്കണ ചാള കിലോ 80 രൂപ. ഞാൻ ഗന്ധർവൻ. ഭൂമിയിലെ സുന്ദരികളായ കന്യകമാരെ പ്രണയിച്ച് പരാഗണം നടത്തി ശാപമോക്ഷം നേടാൻ ഭൂമിയിലെത്തിയവൻ. പല്ലിയാവാനും പഴുതാരയാവാനും വേണമെങ്കിൽ പട്ടിണി കിടക്കാനും കഴിവുള്ളവൻ. ഞാൻ ഗന്ധർവൻ. വരാനല്ലേ പറഞ്ഞത്? എന്നെ അങ്ങോട്ട് വലിക്കില്ലേ? വലിക്കരുതെന്ന്. എടാ വാസു, എടാ തെക്കോട്ട് വലിയടാ. തള്ളയിപ്പോയ്ക്കോ. എന്റെ കൈവാക്കിന് വന്ന് നിൽക്കരുത്. ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് മാർക്കറ്റിൽ നല്ല വില കിട്ടും. അയ്യോ എന്റെ മാർക്കറ്റൊക്കെ പാട്ടേ ഇടിഞ്ഞു പോയടാ. തള്ളയോടല്ല പറഞ്ഞത്, ഞാൻ മീനോടാണ് പറഞ്ഞത്. അതെ, മീൻ വല്ലതും കിട്ടിയോടാ? 12 മണിക്ക് ഇരുന്നതാണ്. 2 ചാളയും 3 നത്തോലിയും കിട്ടി. കൊള്ളാടാ, നീയാടാ ആൺകുട്ടി. ഇപ്പൊ 12:05. 5 മിനിറ്റ് കൊണ്ട് നീ 5 മീനെ പിടിച്ചല്ലോടാ. പോതല്ലേ ഇവിടുന്ന്. കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി 12 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതാന്ന്. അങ്ങനെയാവാൻ വഴിയില്ലല്ലോ. ചൂണ്ടയ്ക്ക് നല്ല കൊത്തുള്ള സ്ഥലമാണല്ലോ. ആട്ടെ, നീ എന്താ ഇരയിട്ടത്? ഇരിയൊന്നും ഇട്ടില്ല, ചൂണ്ട മാത്രം. എന്നാ നിനക്ക് കിട്ടും ഏറ്റവും വലുത്. കൊത്തി നിന്റെ തള്ളയാടാ. കടിച്ചു വലിക്കാൻ. ഇന്നാ പിടിച്ചോ. അമ്മേ, ഞാൻ തള്ളയോടല്ല കടിച്ചു വലിക്കാൻ പറഞ്ഞത്, മീനോടാണ്. കിട്ടിപ്പോയി. പാവ. തിമിംഗലത്തിന് കുഞ്ഞുങ്ങൾ കളിക്കുന്ന പാവയാണെന്ന് തോന്നുന്നു. ഈ പാവ എന്റെ കുഞ്ഞുമകൾ സൂസിക്ക് കൊടുക്കാനാണ്. എടാ, അവള് ടാറിന്റെ പണിക്ക് പോയിരിക്കുവാ. തള്ളേ, ഇതുകൊണ്ട് കൊടുക്കാൻ. ഞാൻ ഹവാ ബീച്ച് പോയി ചൂണ്ടയിട്ടിട്ട് വരാം.
വെച്ച് കളിക്കണ്ട, പാവ കളിക്കണ്ട, പ്രായമൊക്കെ കഴിഞ്ഞ് ഈ സാധനം എങ്ങോട്ടെങ്കിലും എടുത്തങ്ങ് എറിഞ്ഞാലോ. പോടുന്ന് സൂസി, നീ എന്താ വൈകിയത്? നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിക്കരുത്. അമ്മ പറഞ്ഞിന് ടാറിങ് പണിക്ക് പോകുവേ വേണ്ടെന്ന്. പിന്നെ എന്തിനാടി കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എത്ര നാളാണ് പട്ടിണി കിടക്കുന്നത്? ഈ കൂടുതലൊന്നും സംസാരിക്കാതെ ആ വീപ്പയിലിരിക്കുന്ന ടാറെടുത്ത് മിറ്റിലേക്ക് ഒഴി. ഞാൻ പുറകിലത്തെ ഷെട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. നല്ല പാവ. അയ്യോടാ, ഇത് മൊത്തം ടാറ് പറ്റിയിരിക്കുവാണല്ലോ. ആ കണ്ണിലിട്ടു ഉത്താത പെണ്ണെ. ആരാത്? ഞാൻ ഗന്ധർവൻ. ഞാൻ കാട്ടാക്കട സൂസി. ഞാൻ ദേവലോകത്ത് നിന്ന് വരുന്നു. ഞാൻ ലക്ഷം വീട് കോളനിയിൽ നിന്ന് വരുന്നു. ഞാൻ ദേവേന്ദ്ര സദസ്സിലെ ട്രാക്ക് ഗായകനാണ്. ഞാൻ ശശിമേശ്വരുടെ സൈറ്റിലെ ഷൗവലി കുത്തുകാരിയാ. ധൈര്യം കൊണ്ട് നേരിട്ട് പാടാ. അങ്ങനെയാണെങ്കിൽ നിന്റെ അത്യാഗ്രഹം പോലെ തന്നെ സംഭവിക്കട്ടെ. ഹായ്, ഗന്ധർവൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അയ്യോ, ഞാൻ ഗന്ധർവനല്ല, പിന്നെ ഞാനാണ് ബ്രോക്കർ, സ്മോക്കർ. സ്മോക്കറോ? അതെ, ഞാൻ പുകച്ചാലേ പുള്ളി പുറത്ത് കാണത്തുള്ളൂ, അല്ല പ്രത്യക്ഷപ്പെടത്തുള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, ചപ്പും ചവറും എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങ് പുകയ്ക്ക് അയാൾ വരട്ടെന്ന്. അയ്യോ ദൈവമേ, ഈ പണ്ടാരം എന്റെ പുക കണ്ടിട്ട് ഇനി പുകയത്തുള്ളോ? അങ്ങനെ പുകയട്ടെ. ദൈവമേ, പുക തിരുന്നതിന് മുന്നേ പണ്ടാരം ഇനി വന്നാ മതിയായിരുന്നു. കണ്ടാ ദേവിയല്ല, സോസി. എന്നാ പറ്റിയ അളിയനോ? അല്ല, എന്നാ പറ്റി തിരുമേനി? എടാ, പാലമരത്തെ നിറച്ച് പുളിയിലുറുമാന്ന്. പിന്നെ ഒരു കാര്യം, ഇതാണ് അങ്ങേക്ക് ഇപ്രാവശ്യം കുറി വീണ്ടിരിക്കുന്ന കുട്ടി. എന്നാ പറ്റി? വീണ്ടും പുളിയിൽ ഉറുമ്പ് കടിച്ചോ? ഉറുമന്റെ അല്ല, കണ്ടിട്ട് കുളിരടിക്കുന്നടാ. നിങ്ങൾക്കൊക്കെ എന്തു ആകാമല്ലോ. അപ്പൊ അങ്ങാണ് ഗന്ധർവനല്ലേ? അതെ. എനിക്ക് ഗന്ധർവനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓഹോ, അങ്ങെന്തിനാ എപ്പോഴും ഭൂമിയിലേക്ക് വരുന്നേ? ശാപമോക്ഷം കിട്ടാൻ. അതെങ്ങനെ കിട്ടും? അതെങ്ങനെ കിട്ടുന്നോ? അതായത് സൂസി, ഈ ഭൂമിയിലെ സുന്ദരിമാരെ ആദ്യ ദർശനത്തിൽ തന്നെ സമാഗമം നടത്തി ഒരു വണ്ടായിട്ട് തിരിച്ചു പറന്നു പോണം. എന്റെ അടുത്ത് വണ്ടായി വന്ന നിന്റെ മണ്ടയടിച്ച് ഞാൻ പൊട്ടിക്കും. ആദ്യം കോളേജുകാരെ വിളിച്ച് രജിസ്റ്റർ മാരേജ്, എന്നിട്ട് മതി ഈ സമാഗമം. അയ്യോ, അത് മാത്രം നടക്കത്തില്ല. എന്റെ മുതലാളി ദേവേന്ദ്രന്റെ കൽപ്പനയിൽ ഇതൊന്നും പറഞ്ഞിട്ടുള്ളതല്ലെന്ന്. പിന്നെ എന്തുവാ പറഞ്ഞേക്കുന്നേ? വരിക, സമാഗമം നടത്തുക, പോവുക. പ്രിയേ, നിന്നെ എനിക്ക് നന്നായി ബോധിച്ചു. സത്യമാണോ അണ്ണ? പിന്നെ സത്യം. എന്നാ നമുക്ക് അടിച്ചു പൊളിക്കാം. ഇടി, അടിച്ചു പൊളിക്കാൻ വരട്ടെ. ഇടി, ഈ രൂപത്തിൽ ഞാൻ നടന്നാൽ ഇന്ദ്രൻ എന്നെ പിടികൂടും. അതുമല്ല, വല്ല സീരിയലുകാരും കണ്ട എന്നെ പിടിച്ചോണ്ട് പോകുന്നു. എന്റെ പൊന്നണ്ണ പോവല്ലേ, 10 വർഷം കഴിഞ്ഞേ പിന്നെ അണ്ണന് സ്വർഗലോകം കാണാൻ പറ്റത്തുള്ളൂ. ഇടി, പിന്നെ ഞാൻ ഏത് രൂപത്തിലാണ് ഇവിടെ ജീവിക്കേണ്ടത്? അണ്ണൻ സുന്ദരനായ ഒരു മനുഷ്യനായിട്ട് ജീവിക്ക്. ഇടി, ഇതൊന്നും ഇന്ദ്രന്റെ കൽപ്പന ഇല്ലാത്തതാന്ന്. എങ്ങനെയെങ്കിലും ഒരു ജീവിതം ഒപ്പിച്ചെടുക്കാൻ തുടങ്ങുമ്പോഴാ അങ്ങനെ ഒരു ഇന്ദ്രനും കുന്തരനും ഒക്കെ. ഓക്കെ, എങ്കിൽ ഞാൻ സുന്ദരനായ ഒരു മനുഷ്യനാവാം. മറ്റേ സ്മോക്കർ അടിക്കുന്നവൻ എന്തേടി? എന്തിനാ അവൻ? എനിക്ക് പുകയില്ലാതെ കോസ്റ്റ്യൂം മാറാൻ പറ്റത്തില്ലെന്ന്. അണ്ണ എന്നെ വിളിച്ചോ? അണ്ണ, നീ എവിടെ ആയിരുന്നടാ? നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുക കിട്ടിയില്ലേ? എനിക്ക് 2 പുക എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് മാറിയതാന്ന്. അമ്മേ, അടിക്കടാ പോക. ഞാൻ ഈ പുകപ്പണി അങ്ങ് മടുത്ത്. ഇനി എന്നാണാവോ ഞാനൊരു സമാഗമൊക്കെ നടത്തുന്നത്? സമയമാകുമ്പോ നിനക്ക് സമാഗമം നടത്താനുള്ള അവസരം ഉണ്ടാകും. നീ ഇപ്പൊ പുകയടി. അപ്പൊ സൂസി, ഒരു സുന്ദരനായ മനുഷ്യൻ. ഓക്കെ, വന്നേ. അയ്യോടെ, ഇത് കുഞ്ചാക്കോ ബോബൻ തന്നെ. എന്നാ പിന്നെ തുടങ്ങിയല്ലേ? എന്ത്? പിന്നെ ഒന്നും അറിയാത്ത പോലെ. എന്ത് വടി? സമാഗമം. എന്നാ വാ, അടിച്ചു പൊളിക്കാം.
312 നമ്പർ ഗന്ധർവന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അയ്യോ ഇന്ദ്രന്റെ ഓഫീസിലെ മെസ്സേജ്. ഷോ നല്ല മൂടായിട്ട് വരുമായിരുന്നു. നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. അയ്യോ സത്യമായിട്ട് ഞാൻ പിടിച്ചില്ലണ്ണ, പിടിക്കാൻ പോന്നേ ഉള്ളൂ. ഗന്ധർവ, നിന്റെ കോസ്റ്റ്യൂംസ് എല്ലാം നീ വാടകയ്ക്ക് കൊടുത്തു അല്ലേ? ഇതിനൊക്കെ ദേവലോകത്തെ കോസ്റ്റ്യൂമർ അബ്ബാസിക്കോട് മറുപടി പറഞ്ഞേ പറ്റൂ. ഗന്ധർവ, തിരിച്ചു വരാൻ. ഇന്ദ്രനാ വിളിക്കുന്നത്, തിരിച്ചു വരാൻ. പട്ടിപുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ടിട്ട് തീറ്റിക്കത്തുമില്ല. നാശം. മെസ്സേജ് വന്നില്ല അണ്ണ, പോവാം. പുകയടിക്കട്ടെ? ആ പുകയടിച്ചു അടിച്ചു. പിന്നെ സൂസി, ഞാൻ ഇനിയും പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഈ മന്ത്രം നോക്കി വായിച്ചാൽ മതി. ഞാൻ അപ്പൊ പ്രത്യക്ഷപ്പെടും. ഓക്കെ? അപ്പൊ സൂസി ടാറ്റ. വന്നത് വെറുതെ ആയി പോയി അല്ലേ? എന്താടി ഇന്ന് പണിയൊന്നുമില്ലേ? അമ്മൂമ്മേ, ഈ ഗന്ധർവൻ എന്ന് പറഞ്ഞ ആരാ അമ്മൂമ്മേ? KJ യേശുദാസ്. ഓ, അത് പാട്ട് പാടുന്ന ഗന്ധർവനല്ലേ? ഈ പുകയും ബഹളവും ഒക്കെ ആയിട്ട് വരികയല്ലേ? ഓ അതോ? ആ. കൊച്ചി കോർപ്പറേഷനിൽ കൊതുകിന് പുകയടിക്കാൻ വരുന്ന ചന്ദ്രൻ. പിന്നെ വേറൊരു ഗന്ധർവനുണ്ട്. പെൺകുട്ടികളെ പോലെ പുറകോട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി തലയിൽ LED ബൾബും ഒക്കെ ഫിറ്റ് ചെയ്ത് വരുന്നൊരു ഗന്ധർവൻ. അവന്റെ കയ്യിൽ പെട്ടാൽ പീഡനം ഉറപ്പാ. പണ്ടൊരു ഗന്ധർവൻ എന്നെ ഒന്ന് വളയ്ക്കാൻ നോക്കിയതാ. എന്നിട്ട് അമ്മൂമ്മ വളഞ്ഞോ? ഇല്ലടി, എന്റെ നട്ടല്ലൊടിഞ്ഞ് കമ്പിയിട്ടേക്കുവല്ലേ, പിന്നെങ്ങനെ വളയാനാ? അയ്യോ, ദേ കണ്ട്രാക്ക് വരുന്നു. നീ സൂക്ഷിച്ചോ, ഇയാൾക്കും ഗന്ധർവന്റെ അതേ സ്വഭാവമാ. എന്താ ഗന്ധർവനെ പറ്റി ഒരു സംസാരം? എല്ലാരും പറയുന്നു ഞാനൊരു ഗന്ധർവനാണെന്ന്. ഓ, കാട്ടുഗന്ധർവൻ. ഈ തള്ള എന്റെ നിന്ന് മേടിക്കും. എന്താ ഇത്? അതിങ്ങനെ തന്നേ. അയ്യോ അണ്ണാ, അത് വായിക്കരുത്. എന്താ വായിച്ചാല്? അത്തല പൊത്തല തവളാത്തി തുക്കുമരപ്പിൻ തൂളാത്തി മറിയം വന്ന് വിളക്കൂതി ഫൂ ഫൂ ഫൂ. ആരായി പുകയും ബഹളമൊക്കെ ആയിട്ട് വരുന്നേ? ഞാൻ ഗന്ധർവൻ. അപ്പം നീയാണ് നാട്ടിലുള്ള പെൺപിള്ളേരെല്ലാം വായി നോക്കി നടക്കുന്ന ഗന്ധർവൻ. നിനക്കും ഇല്ലടാ അമ്മയും പെങ്ങന്മാരും? ഏതാ ഈ തള്ള? നിന്റെ അപ്പൂപ്പനോട് ചോദിച്ചാ മതി, അങ്ങേർക്കറിയാം എന്നെ. എന്താടാ നിന്റെ പണി? ഞാൻ ഇന്ദ്രന്റെ സദസ്സിലെ പാട്ടിസ്റ്റാ. ഞാൻ എന്റെ ട്രൂപ്പിലെ ഫ്ലൂട്ടിസ്റ്റാ. എന്റെ പെണ്ണിനെ ഞാൻ ആർക്കും വിട്ടുതരില്ല. നിങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട. അവൾക്കാരെയാ ഇഷ്ടമെന്ന് അവളോട് തന്നെ ചോദിക്കാം. അതെ. മോളെ, നിനക്കാരെയാ ഇഷ്ടം? എനിക്ക് ഈ പെണ്ണുങ്ങളെ വായി നോക്കുന്ന കണ്ട്രാക്കിനെ വേണ്ട, എനിക്ക് ഈ ഗന്ധർവനെ മതി. മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്ത് കാര്യം? ഈ ഗന്ധർവന്മാർക്ക് കുട്ടികൾ ഉണ്ടാവില്ല. നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് സ്വന്തമായിട്ടൊരു അംഗനവാടി തുടങ്ങാമായിരുന്നു. ആ പോയത് പോയി. എന്തായാലും അമ്മൂമ്മ വാ. ഇടടാ എന്റെ കയ്യിന്ന്. ഓ അതും പോയി. ആ അപ്പൊ ഞാൻ സെക്യൂരിറ്റിയുടെ കണ്ണും വെട്ടിച്ചാ വന്നത്. ഇന്ദ്രൻ പിടിക്കും മുമ്പ് നമുക്ക് അടിച്ചു പൊളിക്കാം. ഗന്ധർവന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നീ മതിൽ ചാടി പോണത് സെക്യൂരിറ്റി കണ്ടതാ. പെട്ടെന്ന് വന്നില്ലെങ്കിൽ നിന്റെ ചെവിക്കല്ല് തല്ലി പൊട്ടിക്കും. ഓ ഇന്ദ്രന്റെ ഓഫീസിലെ മെസ്സേജാ. എനിക്ക് പോയേ പറ്റൂ. ഓ, നിങ്ങൾ കൊണ്ട് പറയുന്നത് ഞാൻ ചോദിക്കാം. എന്തിനാണ് നിനക്ക് കലിപ്പ്? ഇന്ദ്രൻ കുന്ദ്രൻ. ഓ എന്റെ പൊന്നു കുഞ്ഞ, നീ ഇങ്ങോട്ടൊന്ന് മാറി നിൽക്ക്. അല്ല പിന്നെ അവന്റെ ഒരു അസരീരി ഉസരീരി. എന്റെ പൊന്നു സൂസി, നീ പറയുന്ന പോലല്ല. ഞാൻ ദേവലോകത്ത് എന്നില്ലെങ്കിൽ എന്റെ പെർമിറ്റ് കട്ടാക്കൂന്ന്. ഓ, എന്തുവാ ഇത്ര ധൃതി? എനിക്ക് പോയിട്ട് സോമരസം ഉണ്ടാക്കാനുള്ളതാണ്. സോമരസോ? അതെന്തുവാ? കള്ളവാറ്റ്. അണ്ണാ കുഴപ്പമായെന്ന് തോന്നുന്നു. പുകയടിക്കട്ടെ, നമുക്ക് പോവാം. അയ്യോ ഇന്റെ ഒരു പുക. അണ്ണ, യവനൊരു പണിയില്ല അണ്ണ. ഇന്ദ്രന്റെ കണ്ണു വെട്ടിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അണ്ണ സ്ത്രീ വേഷം കെട്ടുക. അത് കൊള്ളാം. എന്നാ പിന്നെ അണ്ണൻ പുറകിലത്തെ ഷെഡിലോട്ട് ചെല്ല്. അവിടെ എന്റെ ഒരു മാക്സി ഇരിപ്പുണ്ട്, അത് എടുത്തിട്ടുണ്ട് വാ. എന്നാ അടിക്കടാ പുക. ആ പുകയൊക്കെ തീർന്നു പോയി, നമുക്ക് ഓടിപ്പോകാം. മോളെ, ഞാൻ തന്ന പവ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എവിടെയാ പവ? കമോൺ ടെൽ മീ. അത് ആ പവ മാക്സി മാറാൻ പോയിരിക്കുവാ. ബാറ്ററി മാറുന്ന പാവയെന്ന് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ മാക്സി മാറുന്ന പാവയെന്ന് കേൾക്കുന്നത്. സൂസി, ഒരല്പം വെള്ളം. എന്റെ പെങ്ങടെ പുറകിൽ നടന്ന് വെള്ളം ഇറക്കുന്നതും പോരാഞ്ഞിട്ട് എന്റെ മുന്നിൽ നിന്ന് വെള്ളം ചോദിക്കുന്നു. കടക്കടാ പുറത്ത്. ആരാവൻ? സത്യം പറഞ്ഞോണം. ആരാന്നാ ചോദിച്ചത്? ആ ഇതാ എന്റെ പുറച്ചെറുക്കൻ, കോണ്ടാക്ടറാ. കണ്ട കാടയിലും കൊള്ളാം, മുറച്ചെറുക്കനാണേലും കൊള്ളാം. ആ വരുന്നതിൽ ആരും സമാധാനം പറയുവാടി. എന്നാ പറ്റി എന്റെ
എന്നെ നശിപ്പിച്ചടി. 216 312 ഗന്ധർവന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഞാനങ്ങ് വരുവാ. നീ വരണ്ട. പണ്ടേ എനിക്ക് അവന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാ പറഞ്ഞത്. കേറി വാന്ന് അനുഭവിച്ചോ.